ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ, അതായത് ഒരാഴ്ചയിലെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ രേവതിയുടെയും സച്ചിയുടെയും കഥയാണ്. അതിൻ്റെ താഴെയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുവരെ കയറി കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. 1 വീക്ക്, അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ട്. ഒരാഴ്ചയിലെ ഫുൾ കഥ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നവ്യേനെ അഭിനെയാണ് കാണിക്കുന്നത്. അഭിക്കാണെങ്കിൽ നവ്യോട് വല്ലാത്ത സ്നേഹവും സ്നേഹപ്രകടനവും കരുതലും കെയറിങ് ഏട്ടായി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മുടെ അഭി ഇപ്പം നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നവ്യക്ക് ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, അഭി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സത്യമാണോ അതോ സ്വപ്നമാണോ? എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതെന്താ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? ഇതിപ്പം പഴയ അഭിയൊന്നും അല്ല, ഇത് പുതിയ അഭി തന്നെയാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതെ, ഇനിയിപ്പം ഞാൻ അങ്ങ് പണ്ടത്തെ പോലെ ഉഴപ്പൊക്കെ കാണിച്ച് നടന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? നിന്നെ ഇപ്പോഴല്ലേ ഞാൻ സ്നേഹിക്കേണ്ടത്, ഇപ്പോഴല്ലേ നിന്നെ സൂക്ഷിക്കേണ്ടത്. അപ്പൊ പിന്നെ ഈ ഒരു സമയത്തെ സന്തോഷം പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. പിന്നെ എൻ്റെ കുഞ്ഞു വരാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവുമല്ലോ. നീ ഇനി എന്നെ ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനയിൽ കാണരുതെന്ന് പറഞ്ഞപ്പം എനിക്ക് അഭി ഇപ്പൊ സംശയമൊന്നുമില്ല. ഇപ്പം ഒരു പ്രാവശ്യം അല്ലല്ലോ, എല്ലാ ദിവസവും അഭി ഇവിടെ വരുന്നുണ്ട്, ഫോണിൽ വിളിക്കുന്നുണ്ട്, എന്നെ പല സ്ഥലത്തായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അഭി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അഭി പറഞ്ഞു, ഏതായാലും ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകാം നമുക്ക്. അല്ല, അഭിയുടെ അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുവോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് ആര് നോക്കുന്നു? അതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയും തന്നെയാണ് വലുത്. നിങ്ങളുടെ രണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കണം നല്ല രീതിയിൽ തന്നെ. അതുമാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ജ്വല്ലറിയുടെ കാര്യങ്ങൾ പോലും ഞാനിപ്പോൾ മറന്നു പോവാ. ഓഫീസിൽ ചെല്ലുമ്പോൾ പോലും ഇപ്പം എനിക്ക് നിന്റെ ഓർമ്മയാ, നിന്റെയും കുഞ്ഞിൻ്റെ ഓർമ്മയാ എന്നൊക്കെ പറയാം. ഈ സമയത്താണ് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് നമ്മുടെ കനക വരുന്നത്. കനക വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. കനക ഓടി നമ്മുടെ ഗോവിന്ദേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട്, അതേ ഗോവിന്ദേട്ട, ഇന്ന ജ്യൂസ് കുടിക്കും, ഇത് ഞാൻ നവ്യമോക്ക് എടുത്തതാ, ഏതായാലും ഇതിനി ഗോവിന്ദേട്ടൻ കുടിക്കും. അതെന്താ നവ്യമോക്ക് കൊടുക്കേണ്ട ജ്യൂസ് നീ എനിക്ക് തരുന്നത്? ഈ സമയത്ത് അവക്കല്ലേ ജ്യൂസ് കൊടുക്കേണ്ടത്? അവളും അവളുടെ ഭർത്താവും ഭയങ്കര സ്നേഹത്തിലാ. അവരിരുന്ന് ഭയങ്കര സംസാരമാ. അഭി പണ്ടത്തെ പോലെയൊന്നും അല്ലാട്ടോ, അവള് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നവ്യയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്. രണ്ടുപേരും ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക, സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാ ശല്യത്തിന് ഈ ജ്യൂസുമായിട്ട് കീറി ചെല്ലുന്നത്? ഈ സമയത്ത് അതൊന്നും അതിശയിക്കാനില്ലല്ലോ കനകെ. ഈ സമയത്താണല്ലോ ഇങ്ങനെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സ്നേഹമൊക്കെ ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, നീ ഓർക്കുന്നുണ്ടോ, നമ്മുടെ 3 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴും എനിക്ക് നിന്നോടൊരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു, ഒരു കരുതലുണ്ടായിരുന്നു. അതെല്ലാ അച്ഛന്മാർക്കും ഉള്ളതാ. ആ കരുതലും ശ്രദ്ധയോ ഇപ്പൊ അഭി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിശയിക്കാനൊന്നുമില്ല. ഞാൻ കൂടെ കൂടെ നിന്റെ വയറിൽ ചെവി വെച്ച് നോക്കുമായിരുന്നല്ലോ, കുട്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ടോ, കുട്ടി ചാടുന്നുണ്ടോ മറിയുന്നുണ്ടോ എന്നൊക്കെ. അത് എല്ലാ അച്ഛനമ്മമാർക്കും അവകാശപ്പെട്ടതാ. പിന്നെ എന്തിനാ ഇതൊക്കെ പറയാൻ മടിക്കുന്നത്? ഇതൊക്കെ പറയാനും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കേണ്ട കാര്യങ്ങളല്ലേ. അത് നമുക്ക് ഇപ്പൊ കാണാൻ സാധിച്ചു. പണ്ടത്തെ പോലെ അല്ലല്ലോ. നവ്യമോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ, അത് മതി. ഈ അവസ്ഥയിലും അവൾ സന്തോഷിക്കുക തന്നെ വേണം. നമ്മുടെ 2 മക്കളും ഇപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് നവ്യനെ കുറിച്ച് ഓർത്ത് മാത്രമല്ലേ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ സങ്കടമൊക്കെ അങ്ങ് മാറിക്കിട്ടിയില്ലേ. നവ്യമോളും നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ പോവല്ലേ. ഇനിയിപ്പോ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി കഴിയുമ്പോൾ നോക്കിക്കോ, അനന്തപുരി തറവാട്ടുകാർ നമ്മുടെ നവ്യമോളെ നിലത്ത് വെക്കില്ല. നയനമോൾക്ക് കിട്ടുന്നേക്കാളും സ്നേഹമായിരിക്കും നവ്യമോൾക്ക് കിട്ടുന്നത്. അങ്ങനെയൊന്നും ഗോവിന്ദേട്ടൻ പറയണ്ട. എന്റെ നയനമോളുടെ എത്രയാണെങ്കിലും അനന്തപുരിക്കാർക്ക് നവ്യമോള് വരില്ല. പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും നവ്യ നയനയുടെ അത്ര ആവില്ല. അനന്തപുരി തറവാട്ടില് മൂർത്തി മുത്തശ്ശന്റെയേ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളാ, കൊച്ചു മരുമകൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ നയന. അവളെ വെള്ളാൻ ആർക്കും പറ്റത്തൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമാട്ടെ. ഇവര് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ്, ഗോവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ കനകയും. ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന കിടന്ന് ഭയങ്കര കരച്ചിൽ, റൂമിലൊന്നും പോകാതെ ഹോളിലിരുന്ന് ഭയങ്കര കരച്ചിൽ കരയാണ് കേട്ടോ. ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെയാണ്. അപ്പൊ പെട്ടെന്ന് ദേവയാനി വന്നിട്ട്, മോൾ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? മോൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാ അമ്മയെ തുടങ്ങേണ്ടത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ റൂമിൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല. ആ റൂമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്ന ഓരോ വാക്കുകളാണ് ആദർശേട്ടൻ പറയുന്നത്. പണ്ടൊക്കെ കല്യാണത്തിന്റെ ആ ഒരു സമയത്തൊക്കെ ഞാൻ ആ റൂമിൽ കയറുമായിരുന്നു.
ആദർശേട്ടൻ അതും ഇതുമൊക്കെ എന്നെ പറയുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ മൈൻഡ് ചെയ്തിരുന്നില്ല. അന്ന് ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുകയോ ഞാൻ ആദർശേട്ടനെ സ്നേഹിക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ആയിരുന്നല്ലോ വിവാഹം നടന്നത്. അപ്പൊ ആദർശേട്ടൻ എന്ത് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യില്ലായിരുന്നു ഞാൻ. എനിക്കത് ആ രീതിയിൽ എടുക്കാൻ കഴിയുമായിരുന്നു. കുറച്ച് ബോൾഡ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ആദർശേട്ടന്റെ മുമ്പിൽ ആ ബോൾഡായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അറിയാലോ ആദർശേട്ടന്റെ ഈ മാറ്റം എന്താണെന്ന് ഞാൻ 1000 തവണ ചോദിച്ചിട്ടും ആദർശേട്ടൻ പറയുന്നില്ല. ആദർശേട്ടനും അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ ഇളയച്ഛനും അച്ഛനും ഒക്കെ എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരും സത്യങ്ങൾ തുറന്നു പറയുന്നില്ല. അവർക്കൊക്കെ എന്തോ അറിയാം. എല്ലാവരും മറച്ചു വെച്ചിരിക്കുക. എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ സഹിക്കാൻ പറ്റില്ലമ്മേ. എന്നെ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണുകയാണെങ്കിൽ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങി പോവുള്ളൂ. അല്ലാതെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയാം. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, മോള് സമാധാനപ്പെടെ, എന്തെങ്കിലും പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പറയുന്നതല്ലേ, അമ്മ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് പരിഹാരം ഉണ്ടാക്കാന്ന്. ഇതുവരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഒരിക്കലും ആദർശേട്ടന്റെ മനസ്സ് ആർക്കും പിടിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ കയറിയിരിക്കുക. ഇനിയിപ്പം അപ്പച്ചിയും മറ്റും എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കാണുമോ? ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് മാറുന്ന മനസ്സാണോ ആദർശന്റെ? ഒരിക്കലും ആരും പറഞ്ഞു കൊടുത്താലൊന്നും അവന്റെ മനസ്സ് മാറില്ല മോളെ. അത് നിനക്കറിയില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ അന്ന് ടെസ്റ്റിങ്ങിന് പോയില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ? ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടില്ലായിരുന്നോ? ഇനി മറ്റും ഡോക്ടർ വല്ലതും എനിക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് വല്ലതും പറഞ്ഞു കാണുമോ? അതാണോ ആദർശേട്ടന് ദേഷ്യം? ഇതാ പറയുന്നത്, നിനക്ക് ആദർശിനി ഇതുവരെ മനസ്സിലായിട്ടില്ല മോളെ. അങ്ങനെയൊന്നും പറഞ്ഞാൽ മാറണ്ട. അതല്ല അവന്. അങ്ങനെ ഒരു പൊട്ടത്തരം കേട്ട് കഴിഞ്ഞാലൊന്നും അവൻ വിഷമിക്കില്ല. പൊട്ടത്തരം നല്ലാട്ടോ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നം വന്നാലും അതവന് അതിൻ്റെതായ രീതിയിൽ കാണത്തേ ഉള്ളൂ. മോള് അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ എന്താ അമ്മയുടെ മോന് പറ്റിയത്? അമ്മയുടെ മോന്റെ പ്രശ്നം എന്താ? അതൊന്ന് തുറന്നു പറയാൻ പറയുമോ? എനിക്കെല്ലാം കൂടെ കേട്ടിട്ടും കണ്ടിട്ടും ഒരു സമാധാനവും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വീടിന്റെ പടി ഇറങ്ങല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലമ്മേ. കാരണം അത്രമാത്രം ഞാൻ സഹിക്കുന്നുണ്ട്. മനസ്സമാധാനമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ കൂടി പറ്റുന്നില്ല. ചോറിന്റെ മുമ്പിൽ വന്നിരുന്ന് കരയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ 2 പറ്റ് വാരി കഴിക്കുന്നത്. പക്ഷെ അതെന്റെ വയറ്റിലേക്കല്ല പോകുന്നത്. അത് എന്റെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എനിക്ക് എനിക്കൊന്നും ഒരു വഴിയൊന്നും കിട്ടുന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. മോള് കരയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. എന്ത് ചെയ്യാനാ, നയന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ആദർശിനെയും കാണിക്കുന്നുണ്ട്. ആദർശ് ബെഡ്റൂമിൽ കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ആദർശിന് ഇതൊന്നും ഒരു പുത്തരിയല്ല. ആദർശിന് മനസ്സിൽ ദേഷ്യം ഉണ്ടല്ലോ. അപ്പൊ ആദർശ് അതുകൊണ്ട് ആ ഒരു രീതിയിലല്ലേ പെരുമാറത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നവ്യനെ അഭിനെയാണ്. അയ്യോ ഭയങ്കര സ്നേഹപ്രകടനമാണ് നമ്മുടെ അബി പറയാണ്, അതെ നീ ബാത്റൂമിൽ പോകുമ്പം സൂക്ഷിച്ചു പോണം. ബാത്റൂമിലെ കുറച്ച് വഴുതി കിടപ്പുണ്ട്, തെന്നലുണ്ട്. ഇപ്പം ഞാൻ കഴുകിയിട്ടു. ഏ അബി അതെന്തിനാ കഴുകിയിട്ടത്? അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ അത് പിന്നെ അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നല്ലോ. ഏയ് അതൊന്നും വേണ്ട. ഏതായാലും ഞാനിതിപ്പോ കഴുകിയിട്ടിട്ടുണ്ട്. ഇനി അത് വഴുതാതെ നോക്കണം. എന്നും കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതത്തൊന്നുമില്ല. ഒന്ന് സ്ലിപ്പായി പോയാൽ മതി. ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ. ആ അബി, എനിക്കിവിടെ ഇപ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാ. അവിടെ അനന്തപുരിയിലായിരുന്നപ്പോൾ ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അവിടെ എന്നെ സ്നേഹിക്കുന്നവരല്ലായിരുന്നുവല്ലോ. ഇവിടെ എന്നെ സ്നേഹിക്കുന്നവരല്ലേ എൻ്റെ അച്ഛനും അമ്മയും. ആ ഇപ്പൊ ഞാനും ഉണ്ടല്ലോ എന്നിങ്ങനെ അഭി പറയാണ്. അപ്പൊ അബിയുടെ ഈ മാറ്റം സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അബി എന്തിനെ ഇത്രയും അങ്ങോട്ട് ഒലിപ്പിക്കുന്നതെന്ന് ഓർത്ത് പോകും കേട്ടോ. അബിയുടെ മനസ്സിൽ അനഘയുടെ കാര്യമാണ് ഇപ്പോഴും കിടന്ന് ഓടുന്നത്. അപ്പൊ നവ്യേനെ സോപ്പിട്ട് നിർത്തിയില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ അഭിക്ക് നിലനിൽപ്പില്ലെന്നറിയാം. പിന്നെ ഒരുപാട് നവ്യെ സ്നേഹിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നവ്യ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പഠിക്കൂലോ, ക്ഷമിക്കൂലോ എന്നൊരു വിചാരമുണ്ട്. കാരണം അത്രയും മാത്രം അഭി സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അഭിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ പൊറുക്കാനായിട്ടൊരു മനസ്സ് നമ്മുടെ നവ്യക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വിചാരമാണ് അഭിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അഭി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അഭി പറഞ്ഞു, അയ്യോ സമയം ഇത്രമായി, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. അത് ഇപ്പൊ പോണോ അഭി? അഭി ഇപ്പൊ പോണ്ട. ഒരു ദിവസം ഇവിടെ നിന്നെന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഓ നിന്റെ അമ്മ വഴക്ക് പറയുമായിരിക്കും അല്ലേ? ഏയ് അമ്മ വഴക്ക് പറയുന്നൊന്നും ഞാനിപ്പോ കാര്യമാക്കാറില്ല. ഇനി എന്തിനാ അമ്മേന്റെ വഴക്ക് പറയുന്നത്? അമ്മയുടെ നിയന്ത്രണത്തിലാണോ ഞാൻ ജീവിക്കേണ്ടത്? ആ ഇപ്പൊ ഞാനൊരു അച്ഛനാകാൻ പോവല്ലേ. അപ്പൊ അമ്മമാര് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഒരു കുടുംബം നോക്കാൻ അറിയില്ലേ? ഇനി അമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും വീടെടുത്തങ്ങ് മാറണം എന്നൊക്കെ പറയാ. ഏതായാലും സന്ധ്യയായി, ഇനി ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അഭി പതുക്കെ ഇറങ്ങി പോകുമ്പോൾ ഗോവിന്ദനും കനകദുർഗയും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ അമ്മ അച്ഛ ഞാൻ ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞു. അതിനിടയിൽ നമ്മുടെ നവ്യോട് പറയുന്നുണ്ട്, അത് നമ്മുടെ ഗോവിന്ദനും കനകയൊക്കെ കേൾക്കാനാണ് കേട്ടോ. നവ്യെ സൂക്ഷിക്കണം, സൂക്ഷിച്ചു വേണം നടക്കാനൊക്കെ. പിന്നെ നീ കുറച്ച് പണിയൊക്കെ ചെയ്യണം കേട്ടോ.
ഇങ്ങനെ എപ്പോഴും ഏത് നേരം ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയാ, അതെങ്ങനെ ശരിയാകാനാ, നടക്കാൻ പറഞ്ഞാൽ മോള് കേൾക്കില്ല, ഇവള് കുഴിമടിച്ചാന്നേ, ഇവള് നടക്കുകയില്ല. പണ്ട് മുതലേ ഇവളങ്ങനെയായിരുന്നു. നയനയും അതുപോലെ നന്ദുമോനൊക്കെ നടക്കാൻ പോവായിരുന്നു, ഇവള് നടക്കാൻ പോവില്ല. അങ്ങനെ കുഴിമടിച്ചായിട്ടിരിക്കരുത്. അയ്യോ പിന്നെ അച്ഛാ ഒരു കാര്യം മറന്നുപോയി, ബാത്റൂമിൽ കുറച്ച് വഴുതി കിടപ്പുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇവളെ കൊണ്ട് തന്നെ കഴിച്ചാൽ മതി, ഇവളെ കുറച്ച് കുനിഞ്ഞ് കഴുകുകയൊക്കെ ചെയ്യട്ടെ, അങ്ങനെ ഒരു ഇത് കിട്ടട്ടെ, വ്യായാമം ആകട്ടെ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദനും കനയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എങ്കിൽ പിന്നെ ശരി, ഞാൻ നാളെ വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങ് പോകുന്നത്. വിശ്വസിക്കാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുപോലെ സ്നേഹപ്രകടനമാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പതുക്കെ നവ്യനെ പിടിച്ച് കയ്യിലൊക്കെ പിടിച്ച് നടത്തിക്കൊണ്ടാണ് പോകുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി കാറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അനഘയുടെ കോള് വരിക. അങ്ങനെ അനഘയുടെ കോള് കാണുമ്പോഴത്തേക്ക് നമ്മുടെ അഭി അത് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. കട്ട് ചെയ്തിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ദേവയാനിയാണ്. അപ്പം ദേവയാനി ജയന്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ജയൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ രാവിലെ ആയിട്ടോ. അപ്പൊ രാവിലെ ആയപ്പം അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഉടനെ തന്നെ ജയൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, തന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ, ഹേ എന്റെ മുഖത്ത് എന്ത് സന്തോഷം, പിന്നെ സമാധാനമായിട്ട് ഇന്നലെ കുറച്ചു നേരം കിടന്നുറങ്ങി, ആ ഒരു സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞപ്പോ, ഇന്നലെ സമാധാനമായിട്ട് നീ കിടന്നുറങ്ങിയെന്ന് ആരാ പറഞ്ഞത്? അല്ല, ഇന്നലെ ഉറങ്ങുകയൊക്കെ ചെയ്തു, പക്ഷെ ഉറക്കപ്പിച്ചിൽ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നല്ലോ, മരുമകളെ കുറിച്ചോ, എന്റെ മരുമകളെ ഞാൻ ഇവിടുന്ന് വിടില്ലെന്നോ, എന്റെ മരുമകളെ കരയാൻ ഞാൻ സമ്മതിക്കില്ലെന്നോ ഒക്കെയാണല്ലോ പറഞ്ഞത്. ഏത് മരുമകളുടെ കാര്യമാണ് നീ പറഞ്ഞത്? ഇനിയിപ്പോ ഞങ്ങൾ ആരും അറിയാതെ നീ നയനയെ മനസ്സിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നിങ്ങനെ പെട്ടെന്ന് ജയൻ ചോദിച്ചപ്പോഴത്തേക്കും ദേവയാനി ഞെട്ടിപ്പോയിട്ടോ. ദേവയാനി, അത് പിന്നെ ആര്, എപ്പോ ഉറക്കപ്പിച്ചാല് ആര് പറഞ്ഞു? ആ, താൻ പറഞ്ഞു, ഞാൻ കേട്ടായിരുന്നു. തനിക്ക് ഉറക്കമില്ലായിരുന്നു, അതുകൊണ്ട് താൻ കേൾക്കൂല, പക്ഷെ ഞാൻ കേട്ടു. ഓ, അത് പിന്നെ ഞാൻ അനാമികയെ കുറിച്ച് പറഞ്ഞായിരിക്കും, അല്ലാതെ ഇപ്പൊ എനിക്ക് നയനയെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവള് കരയുന്നതാ എനിക്കിഷ്ടം, അല്ലെങ്കിലും അവളും അവനും പിരിയുന്നതാ എനിക്കിഷ്ടം. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം നടക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അവര് പിരിയാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക കാലം രണ്ടുപേരും ഒരുമിച്ച് പോവില്ല. ഇത് കേട്ടതും പിന്നെയും പേടിയായിട്ടോ നമ്മുടെ ദേവയാനിക്ക്. ദേവയാനി പിന്നെ അവിടെ നിന്നില്ല. അത് പിന്നെ ഞാൻ പോട്ടേന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയിട്ട് പതുക്കെ വാതിലൊക്കെ ഇങ്ങനെ തുറന്നു. വാതിലൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോലം വരച്ചിട്ടൊന്നുമില്ല. എന്ന് നമ്മുടെ നയനെ അവിടെ വന്ന് കോലം വരയ്ക്കുന്നതായിരുന്നല്ലോ. കോലം വരയ്ക്കാത്തത് കൊണ്ട് തന്നെ എന്ത് പറ്റി, മോക്കിന്ന് എന്താ പറ്റിയത്, മോൾ എണീറ്റില്ലേ, രാവിലെ ഒന്നും കോലം വരയ്ക്കുന്ന ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മുടെ മുത്തശ്ശി പെട്ടെന്ന് പുറകിൽ വന്നിട്ട്, എന്താ ദേവയാനി രാവിലെ നീ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഏയ്, അത് പിന്നെ ഒരുത്തി എന്ന് രാവിലെ ഇവിടെ എണീറ്റ് കോലം വരയ്ക്കുമായിരുന്നല്ലോ, ഇന്ന് അവളെ കണ്ടില്ലല്ലോ, എന്ത് പറ്റി? നിന്റെ മരുമകൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയാമോ? ഇനിയിപ്പോ അവള് കോലം വരച്ചാലേ നിനക്ക് സന്തോഷമാവത്തുള്ളെങ്കിൽ അവളെ വിളിച്ചോണ്ട് ഒന്ന് കോലം വരപ്പിക്കുക. അവള് കോലം വരച്ചാല് എനിക്ക് എന്താ ഇത്ര സന്തോഷിക്കാതിരിക്കുന്നത്? പിന്നെ അവള് വലിയ ഡിസൈനർ അല്ലേ, അവക്കല്ലേ കോലം വരയ്ക്കാൻ അറിയത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഈ കുടുംബത്തിലെ എല്ലാവരും പണ്ട് കോലം വരച്ചോണ്ടിരുന്നാണല്ലോ, നീ സഹിതം കോലം വരച്ചിട്ടുണ്ട്. അന്ന് വെച്ച് അവളെ പൊക്കി പറയുന്നൊന്നും അല്ല ഞാന്. ഈ കോലം കണ്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അവളെ പൊക്കി പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. അതുമാത്രമല്ല, എന്റെ മോനും അവളും കൂടെ ഒന്നിച്ച് നടക്കുന്നത്, അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു, ഒന്നും എനിക്കിഷ്ടമല്ല. കാരണം എത്രയും പെട്ടെന്ന് അവർ തല്ലിപ്പിരിയുകയാണെങ്കിൽ അത് തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം, ആണോ, എങ്കിൽ നിന്റെ ആഗ്രഹം പോലെ നടക്കാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടനെ തല്ലിപ്പിരിയാൻ ചാൻസ് ഉണ്ട്. നിനക്ക് സന്തോഷമാവൂല്ലോ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നിനക്ക് ആ കാഴ്ച കാണാനാണല്ലോ ഇഷ്ടം. അവള് ഈ വീട്ടിൽ കോലം വരയ്ക്കുന്നതും പിന്നെ കോലം വരയ്ക്കാത്തതിനും ഒക്കെ എന്ത് പ്രസക്തിയായിരിക്കുന്നത്? ഉടനെ മിക്കവാറും രണ്ടും രണ്ട് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നീ ആഗ്രഹിക്കുന്നതും അതായതുകൊണ്ട് ചിലപ്പോൾ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടായിരിക്കും എന്ന്. ഇത് കേട്ടത് നമ്മുടെ ദേവയാനി ഒന്ന് ഞെട്ടുവാണ് കേട്ടോ. അത് മാത്രമല്ല, ദേവേനി മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ ഭഗവാനെ, എൻ്റെ ഭഗവതിയെ, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. എൻ്റെ മരുമകൾ എന്നും എന്നും ഈ അനന്തപുരി തറവാടിൻ്റെ വിളക്കായിട്ട് തന്നെ ഇവിടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ എങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനാണ് ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്, മിസ് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടപ്പോഴത്തേക്കും തംബ്ലൈൻ മിസ്സായിപ്പോയി, അതുകൊണ്ട് തംബ്ലൈൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരിലും എത്തിയില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോഴാണ് തംബ്ലൈൻ ഇല്ലെന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ, അടിപൊളി വിശേഷമാണ്. നെക്സ്റ്റ് വീക്ക് പ്രൊമോയാണ്, ഒരാഴ്ചയിലെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കിടക്കുന്നത് രേവതിയുടെ കഥയാണ്, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, എല്ലാവരും കാത്തിരിക്കപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.